നമസ്കാരം, കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് പുസ്തകങ്ങളുടെ കൂട്ടുകാരനെ പറ്റി അറിയാം. കൂത്താട്ടുകുളം വടകര പുത്തൻപുര വീടിന്റെ മുറ്റത്ത് നാട്ടുമാവിൻ ചുവട്ടിൽ കസേരയിൽ 96-ലെത്തിയ PU മത്തായി പുസ്തകങ്ങളുമായി കാത്തിരിക്കും. വീട്ടിലെത്തുന്ന കുട്ടികളുമായി പുസ്തകത്താളിനോട് സംസാരിക്കും. രാവിലെയും വൈകുന്നേരങ്ങളിലും പുസ്തകത്തോടൊപ്പമാണ് മുന്നധ്യാപകൻ കൂടിയായ മത്തായി. തൊട്ടടുത്തുള്ള കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ സംഘം ഇക്കുറി പുസ്തക ദിനത്തിൽ മത്തായി സാറിന്റെ വീട്ടിലെത്തിയതോടെ പുസ്തക ദിനം ആഘോഷമായി മാറി. വിരാജാനന്ദ സ്വാമികളുടെ പരമാർത്ഥ പ്രസംഗം, യതിവെളിച്ചം വിതറുന്ന വിചാരങ്ങൾ, ടി ചാണ്ടി രചിച്ച ഇന്നത്തെ ചിന്താ വിഷയം തുടങ്ങിയ പുസ്തകങ്ങളുടെ വായനയും ചർച്ചയും കുട്ടികളോടൊപ്പം ചേർന്ന് നടത്തിയ പുസ്തക ദിനത്തിലെ വ്യത്യസ്തയായുള്ള പ്രവർത്തനമായി മാറി. വടകര സ്കൂളിലെ CJ സ്മാരക സ്കൂൾ ലൈബ്രറിയുടെ ചുമതല വഹിക്കുന്ന VN ഗോപകുമാർ, സീനിയർ അധ്യാപികയായ ജയ മാത്യു, ലൈബ്രറി പ്രവർത്തകരായ വടകര സെന്റ് ജോൺസിലെ എബിൻ എബ്രഹാം ബാബു, ഇമ്മാനുവൽ വർഗീസ്, മാത്യു റെജി, ജോഷുവ ജിജോ എന്നിവരാണ് മത്തായി സാറിനോടൊപ്പം ചേർന്നത്. അങ്കനത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ എന്ന കവിത പാടിത്തുടങ്ങിയ ആഘോഷം പുസ്തക ചിന്തകളിലെത്തിയാണ് പൂർത്തിയായത്. മൊബൈൽ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ വായനയും മത്തായി സാറിന് ഇഷ്ടമാണ്. വടകര സെന്റ് ജോൺസ് സ്കൂളിലെ പഠനത്തിന് ശേഷം 1953 പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായും പിന്നീട് സഹകരണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായും ജോലി ചെയ്തു. വിരമിച്ച ശേഷം പുസ്തകങ്ങളും കുട്ടികളും പെൻഷൻ സംഘടനാ പ്രവർത്തകരുമായാണ് പ്രധാന അടുപ്പക്കാരനാണ് മത്തായി പറഞ്ഞു. ഭാര്യ സാലി മത്തായി, മക്കളായ അഡ്വക്കേറ്റ് ജോൺ മാത്യു, ജോസഫ് മാത്യു, സോഫിയ എന്നിവരും മത്തായിയുടെ പുസ്തകക്കൂട്ടിൽ അതാ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ പിന്നെ ഒന്നിൽ ചേരുമ്പോൾ അന്നേരം തന്നെ കുട്ടികൾക്കൊരു ഒരു പുസ്തകം കൊടുത്തുകൊള്ളും. അവർക്ക് വായിക്കാനറിയാൻ വീട്ടിലുള്ളവർ വായിച്ച് കേൾപ്പിച്ചായിട്ട് അതിൻ്റെ ജിസ്റ്റ് പിന്നെ എഴുതി ടീച്ചറിന് കൊണ്ടുപോയി ആഴ്ചയിലൊരു പുസ്തകം വെച്ച് കൊടുക്കുക. അത് നിർബന്ധമായിട്ട് വായിച്ച് പഠിച്ച് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ ഇവിടെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. മുൻകാലങ്ങളിൽ ഇവിടെ ഹൈസ്കൂളിൻ്റെ ആദ്യ മാസ്റ്ററായ പൊങ്കലത്തിലുള്ളപ്പോൾ പിന്നെ ചെറിയ UP സ്കൂളിലേക്ക് ഹൈസ്കൂളിലേക്കുള്ള ലൈബ്രറി പുസ്തകമുണ്ട്. ചെറിയ പുസ്തകങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.